മിഷൻ ഷിരൂർ 11ാം ദിനം. ഷിരൂരിലെ ഡ്രോൺ പരിശോധനയിൽ നിർണായക കണ്ടെത്തൽ. ഗംഗാവലി നദിയിലെ മൺകൂനയ്ക്ക് സമീപമാണ് ലോറിയുടേതിന് സമാനമായ പുതിയ സിഗ്നൽ കണ്ടെത്തിയത്. നദിക്കരയിലെ തിരച്ചിലിൽ ഇലക്ട്രിക് ടവറിന്റെ ഭാഗവും കണ്ടെടുത്തു. ഗംഗാവലി നദിയിലെ അടിയൊഴുക്ക് രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാണ്. ദുരന്തത്തിൽപ്പെട്ട ലോറിയിൽ അർജുൻ ഉണ്ടായിരുന്നില്ല എന്ന സംശയവും അതിനിടെ ബലപ്പെടുന്നുണ്ട്. മണ്ണിടിച്ചിൽ സമയത്ത് അർജുൻ ചായക്കടയിലായിരുന്നുവെന്നാണ് നിഗമനം. അതിനിടെ ദുരന്ത ഭൂമിയിലെത്തിയ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുകയാണ്. രക്ഷാദൌത്യം നിർത്തരുതെന്ന കേരളത്തിന്റെ നിലപാട് യോഗത്തിൽ അറിയിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ മീറ്റിംഗിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യും. കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഇവിടെ ഉണ്ട്, അവരും ആ മീറ്റിങ്ങിലുണ്ടാവും. ഈ ദൗത്യസംഘം നേരിടുന്ന ചില പ്രയാസങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. അതുൾപ്പെടെ ഇന്ന് ചർച്ച ചെയ്യും. എല്ലാ ശ്രമങ്ങളും എന്തൊക്കെ സാധ്യമാകുന്നു ആ ശ്രമങ്ങളെല്ലാം നടത്തണമെന്നുള്ള നിലപാട് തന്നെ സംസ്ഥാന സർക്കാർ തുടരുന്നതായിരിക്കും. ഒരു തരത്തിലും ദൗത്യസംഘം പിറകോട്ട് പോകരുത് എന്നുള്ള നിലപാടാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് ഞങ്ങൾ അറിയിക്കും. എല്ലാ ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നാണ്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ, ഷഫീദ് റാവുത്തർ, അരുൺ പൂപ്പറമ്പ, ഹഷ്മി താജ് ഇബ്രാഹിം, എസ് ശ്രീകാന്ത് എന്നിവർ ഷിരൂരിൽ തത്സമയം ചേരുന്നുണ്ട്. ആദ്യം എസ് ശ്രീകാന്തിലേക്ക്. ശ്രീകാന്ത്, കരയിൽ നിന്ന് ഏതാനും മീറ്ററുകൾക്കകലെ ഗംഗാവലി നദിയിൽ ആഴത്തിൽ വാഹനമുണ്ട്, ട്രക്കുണ്ട്, അത് അർജുന്റെ വാഹനമാണ് എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ അത് അടലാഴമായി മാറുന്നു. ആ പ്രതീക്ഷകൾ നീണ്ടു പോകുന്നു. ആ ആഴത്തിന്റെ വ്യാപ്തി കൂടുന്നു. അങ്ങനെ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ 4ാമത് കിട്ടിയ സിഗ്നൽ അത് പക്ഷേ മറ്റൊരിടത്താണ്, അല്പം മാറി, ആ മൺകൂനക്കടുത്താണ്. പക്ഷെ അത് സ്ട്രോങ് സിഗ്നൽ ആണെന്ന് അധികൃതർ പറയുന്നുണ്ട്. എന്തു പ്രതീക്ഷിക്കണം നമ്മളിനി? ഇന്നലെ ഈ 3ാമത്തെ സ്പോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും മാറി ആ മൺകൂനയ്ക്ക് സമീപത്തായാണ് ഇപ്പോൾ 4ാമത് ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. അവിടെയാണ് നിലവിൽ ഇപ്പോൾ ശക്തമായ ലോഹ സാന്നിധ്യം, ഈ ട്രക്കിന്റെ ലോറിയുടേതെന്ന് പറയുന്ന ഒരു സാന്നിധ്യം പ്രൊഫൈൽ കണ്ടെത്തിയത് എന്നാണ് ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം പറയുന്നത്. അദ്ദേഹം ഇന്നില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങൾ അവിടെയുണ്ട്, ദൗത്യ സ്ഥലത്തുണ്ട്. അവരാണ് അത് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. നേരത്തെ കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും കുറച്ചു മാറിയാണ് ഇത്. സാങ്കേതികമായ ചില പിഴവുകൾ ഇത്തരം കാര്യങ്ങളിൽ സംഭവിക്കാറുണ്ട്. അതാണ് സംഭവിച്ചത്, ഇന്നലത്തെ കാര്യത്തിൽ സംഭവിച്ചത് എന്നും ഇന്നിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇന്നലത്തേതിലും വളരെ ശക്തമായ ഈ ഒരു തെളിവാണ്, പരിശോധനയിൽ കിട്ടിയ തെളിവാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ മൺകൂന കേന്ദ്രീകരിച്ചുള്ള പരിശോധനയായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. ഈ രക്ഷാദൗത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത്രയും നേരം അവർക്ക് കൃത്യമായ ഒരു ടിപ്പ് കിട്ടിയിരുന്നില്ല. ഇപ്പോഴവർക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ടിപ്പ് കിട്ടിയിരിക്കുന്നു. ഇനി അവിടെ അവർക്ക് മറ്റു തരത്തിലുള്ള സാങ്കേതികമായ പരിശോധനകൾ നടത്താം. ഈ ഡൈവേഴ്സിനെ അവർക്ക് സാഹചര്യം അനുകൂലമെങ്കിൽ അകത്തേക്ക് ഡൈവ് ചെയ്തിറങ്ങാം. ഇനി അതിനുമപ്പുറം മറ്റെന്തെങ്കിലും പോംവഴി ഉണ്ടെങ്കിൽ, ഈ ഡ്രഡ്ജിങ് അടക്കം മറ്റെന്തെങ്കിലും പോംവഴി ഉണ്ടെങ്കിൽ അതടക്കം അവർക്ക് ആലോചിക്കുകയും ചെയ്യാം. അതൊക്കെ തന്നെ ഈ ഡ്രഡ്ജിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ ശ്രമകരമാണ്. അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് ഇനിയും വ്യക്തവുമല്ല. അതേസമയം ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അങ്കോളയിലെ ഐബിക്ക് മുന്നിലാണ്, ഗവൺമെന്റ് ഐബിക്ക് മുന്നിലാണ്. ഇവിടെ ഇപ്പോൾ ഒരു യോഗം നടക്കുന്നുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. കർണാടകയിൽ ഈ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയ ജില്ലാ കളക്ടർ, അതോടൊപ്പം തന്നെ SP അടക്കമുള്ളവർ, ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ, മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ യോഗം ചേരുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ രക്ഷാദൗത്യം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. 11ാം ദിവസവും അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് മുന്നിൽ കൃത്യമായ ഉത്തരം ദൗത്യ സംഘത്തിനില്ല. അത് അവരുടെ കുറ്റം എന്ന് പറയാൻ സാധിക്കില്ല. നിലവിലെ സാഹചര്യത്തിൽ പ്രതിസന്ധികളുണ്ട്. കാലാവസ്ഥ പ്രതിസന്ധിയാണ്, നദിയിലെ അടിയൊഴുക്ക് പ്രതിസന്ധിയാണ്, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അതിനാലാണ് അവർക്ക് അതൊരു വ്യക്തതയില്ലാത്തത്. അവർ അവരുടെ പ്രയാസം കൃത്യമായി നമ്മുടെ മന്ത്രിമാരെയും നമ്മുടെ ജനപ്രതിനിധികളെയും അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഘട്ടത്തിൽ രക്ഷാദൗത്യത്തിൽ നിന്നും പിന്മാറരുതെന്നും പരമാവധി ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകണം എന്നും കേരളം ആവശ്യപ്പെടുന്നു. അക്കാര്യം ഈ യോഗത്തിൽ ഉന്നയിക്കും എന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞിട്ടുണ്ട്. 11 ദിവസം നീണ്ടിട്ടും
ക്യാബിൻ പോലും കൃത്യമായി കണ്ടെത്തിയില്ല. ചില സിഗ്നലുകൾ വരുന്നുണ്ട്, ശക്തമായ സിഗ്നലുകളുണ്ട് എന്നുള്ള വിവരങ്ങൾ, സാങ്കേതിക വിവരങ്ങൾ മാത്രമാണ് വരുന്നത്. ഇന്നലെ ഇതിലും നല്ല സിഗ്നൽ ഉണ്ട് മൂന്നാമത്തെ സ്പോട്ടിൽ നിന്നും എന്ന് പറഞ്ഞതാണ്. അതിന്നിപ്പോൾ സാങ്കേതിക പിഴവാണെന്ന് പറയുന്നു. ഇന്നിപ്പോൾ വീണ്ടും ആ മൺകൂനയ്ക്കടുത്ത് അതിലും ശക്തമായ ഒരു സിഗ്നൽ കിട്ടിയെന്ന് പറയുന്നു. ഇനി അത് അറിയില്ല എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം. എന്തായാലും ഈ നടക്കുന്ന യോഗത്തിൽ ഈ അർജുനെ കണ്ടെത്തും വരെ, ഈ ലോറി കിട്ടും വരെ പരിശോധന നടത്തണം, രക്ഷാദൗത്യത്തിൽ നിന്നും പിന്മാറരുത് എന്ന് കേരളം ആവശ്യം മുന്നോട്ട് വയ്ക്കും.